A very good evening to everyone. In this session, Epic of the 21st Century, we have with us Anand Neelakantan as well as Karthika Nair. To begin with, how do you change or modernize epics those were written decades ago and make it relevant in this 21st century to this people, or also to the generation that's now Gen Z, Alpha, all of that? How do you manage to make it even relevant right now? It's for both of you. Hi, yeah, you can hear me now. I can hear myself. To begin with, that's operating under the premise that the epics never changed. Epics have been changing for as long as human beings have been alive. You know, they have been told and retold, and in a sense, they're palimpsests. They reflect maybe the concerns or the beliefs of a certain era, of a certain place. So if you go through any epic, it's been told and retold. There's, nothing new about that act of owning it and telling it through specific set of lenses. And those lenses are very much defined by where and when we live. So when Bhasa wrote Urubanga, he imagined the end of the Kurukshetra war from Duryodhana's perspective, a dying, repentant Duryodhana. That was unorthodox for its time. And each time it's been told and retold, the lenses have changed. So, in that sense, I think we're operating in continuity, not in disruption. If you take any epic, it's had multiple tellings. And why is that? Because it contains whichever epic, like whether it's the epics that we're most familiar with, the Mahabharata, the Ramayana, or whether it's the Odyssey, it's the Iliad, it's the Ragnarok, Gilgamesh, which is supposed to be the oldest of them. They've all remained alive because there's something that people connect with. And those elements, maybe the focus will change, but those elements are true to human existence. Love, hatred, revenge, loyalty, betrayal. താങ്ക് യു. വിത്ത് യുവർ പെർമിഷൻ ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് മാറുകയാണ്, മലയാളത്തിലേക്ക്. എവരിബഡി ഈസ് ഓക്കെ വിത്ത് മലയാളം അല്ലേ? മലയാളത്തിൽ സംസാരിക്കാവോ? ഓക്കെ, താങ്ക് യു. ഈ ക്വസ്റ്റ്യൻ്റെ റിലവൻസ് എങ്ങനെ ജെൻ എക്സ് അല്ലെങ്കിൽ ജെൻ ആൽഫ, ഇപ്പോഴത്തെ ജെൻ ബീറ്റയും വന്നെന്ന് തോന്നുന്നു, അവർക്കെങ്ങനെ എഴുതുന്നുള്ളതാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ കാർത്തിക ആഡ് തന്നെ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഓൺലി തിങ് ഈസ് ദാറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് പുതിയ മീഡിയം വരുമ്പോഴും ഈ എപ്പിക്സ് റീഇൻവെൻറ്റഡ് ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് സിനിമ വന്നപ്പോൾ ആദ്യം വന്ന പടങ്ങൾ മുഴുവൻ ഈ പുരാണത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും ഒക്കെ ഹരിശ്ചന്ദ്രൻ എന്നാണല്ലോ തുടങ്ങുന്നത്. ആദ്യത്തെ പുരാണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ വന്നത്. ടി വി വന്നപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് വന്ന സീരീസ് രാമായണവും മഹാഭാരതമായിരുന്നു. ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് സായിപ്പിന് വേണ്ടി എഴുതാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി എഴുതി തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ധാരാളം പേരുണ്ട്, വളരെ വലിയ റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻസിന് വേണ്ടി ഇംഗ്ലീഷിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് എഴുതി തുടങ്ങുന്ന സമയത്തും മിത്തോളജി ബേസ് ചെയ്തിട്ടാണ് ധാരാളം പുസ്തകങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഏത് കാലഘട്ടത്തിലും അതിൻ്റെ റിലവൻസ് അനുസരിച്ച് മിത്തോളജി വീണ്ടും എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു പുതിയ ബുക്ക് ഇപ്പോൾ നാളെ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന മെനി രാമായണാസ് മെനി ലെസൺസ് എന്ന് പറഞ്ഞ ബുക്ക് രാമായണത്തിൻ്റെ 1000-ലധികം വേർഷൻസ് കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു രാമായണ കഥ പറയുന്നൊരു ബുക്കാണ്. അപ്പോൾ അതിൽ നമ്മളിത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സംസ്കാരത്തിലെയും ഓരോ കാലഘട്ടത്തിലും അവർക്ക് വേണ്ട രീതിയിൽ ഇത് രണ്ടാമതും എഴുതപ്പെട്ട് ഒരു പുനർവായന മാത്രമല്ല പുനരെഴുത്തും കൂടി അതിലുണ്ടായിട്ടുണ്ട്. അതാത് സംസ്കാരം അനുസരിച്ചിട്ട് ഈ രാമായണം മാറി പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതം മാറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടരുന്നൊരു പ്രക്രിയ തന്നെയാണിത്.
ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഒരു 100 കൊല്ലം കഴിഞ്ഞ് 200 കൊല്ലം കഴിഞ്ഞ് ഈ 5000 കൊല്ലമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു 5000 കൊല്ലം കൊണ്ട് നമ്മുടെ ട്രംപ് മുതലാളി വിചാരിച്ച് ലോകം അവസാനിപ്പിച്ചില്ലെങ്കിൽ, മുതലാളിയുടെ കനിവുണ്ടെങ്കിൽ ഇനിയൊരു 5000 കൊല്ലം കൂടി ഇതേപോലെ കഥകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം സാറ് പറഞ്ഞതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ പുതിയതായിട്ട് സാറിൻ്റെ ഒരു ബുക്ക് നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം വി ലിവ് ഇൻ എ സൊസൈറ്റി വിച്ച് ഈസ് മോർ സെൻസിറ്റീവ് ടുവേർഡ്സ് ജെൻഡർ ആയാലും കാസ്റ്റ് ആയാലും ഈവൻ ക്ലാസ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം. വി ആർ എ സൊസൈറ്റി വിച്ച് ഈസ് മോർ സെൻസിറ്റീവ് ടുവേർഡ്സ് ഇറ്റ്. അപ്പം വെൻ യു ഡു ദിസ് റീടെല്ലിംഗ്, റീഇമാജിനിങ്, ഹൗ ചാലഞ്ചിങ് ഇറ്റ് ഈസ്, എസ്പെഷ്യലി വെൻ യു ഹാവ് characters like, you know, Shambhuga, or for that matter Sita ayalum, even Shurpanaga ayalum, when you do this reimagining and retelling, ആ ഒരു ചാലഞ്ച് ഈ ഒരു സൊസൈറ്റി ഇത്രയും സെൻസിറ്റീവ് ആകുമ്പോൾ അതിനനുസരിച്ച് എഴുത്ത് എങ്ങനെയാണ് മാറുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഈ ക്വസ്റ്റ്യൻ എല്ലാ റൈറ്റേഴ്സും ഫേസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ എഴുത്തച്ഛൻ എഴുതുന്ന സമയത്ത് അത് റെവല്യൂഷണറി ആയിരുന്നു. കാരണം രാമായണം എന്ന് പറയുന്നത് സംസ്കൃതത്തിലല്ലാതെ അതിനുമ്പേ കണ്ണശപ്പണിക്കരുടെ ഉണ്ട്, പക്ഷെ സംസ്കൃതത്തിലല്ലാണ്ട് എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് എഴുത്തച്ഛനാണെങ്കിലും അല്ലെങ്കിൽ ഒഡിയയിൽ സരളാദാസ് ആണെങ്കിലും ഇവൻ തുളസിദാസ് ആണെങ്കിലും ഒക്കെ അതാത് കാലഘട്ടത്തിലെ യാഥാസ്ഥിതികതയ്ക്ക് എതിരെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം അന്നത്തെ ഒരു ജാതി വ്യവസ്ഥ അനുസരിച്ച് അബ്രാഹ്മണനായ ഒരാൾ മലയാളത്തിൽ ഇപ്പോൾ സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ, എന്താണ് സീതാരാമകൃഷ്ണൻ്റെ ബുക്കുണ്ടല്ലോ, പെട്ടെന്ന് മറന്നുപോയി പേര്, വായിച്ച ബുക്കാണ്. തീക്കടൽ കടഞ്ഞ തിരുമധുരം. അപ്പോൾ അദ്ദേഹത്തിൽ അത് എഴുത്തച്ഛൻ്റെ സ്ട്രഗിൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ സ്ട്രഗിള് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സരളാദാസ് മഹാഭാരതം എഴുതുമ്പോൾ ഭഗവത്ഗീത ഇല്ലാണ്ടാണ് എഴുതിയത്. ഭാസൻ, ഇപ്പോൾ കാർത്തിക മെൻഷൻ ചെയ്ത പോലെ ഭാസൻ ഊരുപങ്കം എഴുതുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചരാത്രത്തിൽ മഹാഭാരത യുദ്ധം തന്നെ ഇല്ല. അതുപോലെ പ്രതിമാ നാടകത്തിൽ ഭരതൻ്റെ ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. പുള്ളി അതിൽ ധാരാളം എന്താ പറയുക, കാളിദാസൻ്റെ ശാകുന്തളം എടുക്കുകയാണെങ്കിൽ അത് വ്യാസൻ്റെ ശകുന്തളയായിട്ട് ബന്ധമൊന്നുമില്ല. കാളിദാസൻ മാറ്റി എഴുതിയിരിക്കുന്നൊരു വളരെ കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ കഥയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ വ്യാസൻ്റെ ശകുന്തളയാണ് കൂടുതൽ ശക്തമായിട്ടുള്ള ശകുന്തള. കാരണം വ്യാസൻ ആരുടെയും ശമ്പളക്കാരനായിരുന്നില്ല. അത് കാളിദാസൻ നവരത്നങ്ങളിലൊന്നാണ്, രാജാവ് കൊടുത്താലേ കാളിദാസന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ടാലൻ്റ് ഉണ്ടെങ്കിൽ പോലും കാളിദാസൻ ശാകുന്തളം എഴുതുന്ന സമയത്ത് അദ്ദേഹം അതനുസരിച്ചിട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് സമയമില്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലർക്കും മനസ്സിലായി കാണാൻ അറിയുന്നവർക്ക് കാളിദാസൻ്റെ ശകുന്തള വ്യാസൻ്റെ ശകുന്തളയായിട്ട് ആടും ആടലോടകവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ശരിക്കും. പിന്നെ അപ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഓരോ കാലഘട്ടത്തിൽ ഇതൊരു ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. ഇതിനേക്കാളൊക്കെ എത്രയോ ചലഞ്ച് എടുത്തിട്ടാണ് പലരും ഇതേപോലത്തെ സാധനങ്ങൾ എഴുതിയിരിക്കുന്നത്. ജീവൻ ഓടിയിട്ടുണ്ട് പലരും, ജീവനെ പേടിച്ച്. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ആ ഇത് റിസർച്ച് കറക്റ്റാണെങ്കിൽ 12 കൊല്ലത്തോളം ചക്ക് വലിച്ചിട്ടാണ് എഴുത്തച്ഛൻ അത് എഴുതുന്നത്. അത്രയും ചാലഞ്ചൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ നമ്മളോട് പറയുകയാണ് നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്ന്. ഇതൊക്കെ ലോകം ഉണ്ടായ കാലം മുതൽ എല്ലാ കാലഘട്ടത്തിലെയും എഴുത്തുകാർ ഇതുപോലത്തെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റ് അനുസരിച്ച്, കാളിദാസൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, മാർക്കറ്റ് അനുസരിച്ച് എഴുതിയ എഴുത്തുകാരും ഉണ്ട്. മാർക്കറ്റ് അനുസരിച്ച് എഴുതിയവരും വലിയ എഴുത്തുകാരായിട്ട് വന്നിട്ടുണ്ട്. കാളിദാസൻ ശാകുന്തളം മാറ്റി എഴുതിയതിന് വലിയ എക്സാമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ കുറച്ച് കാണുകയല്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത പുരാണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ സ്വഭാവം വലിയ ചേഞ്ചൊന്നും വരുന്നില്ല. അന്നും ഇന്നും മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് കാലാതീതമായിട്ട് നിലനിൽക്കുന്നത്. Now coming to Kartika ma'am, so in your book, the poetry book Until the Lion, there is what I found very fascinating was the structure itself. It's not prose, it's poetic, and it's in many ways, as I was telling you, it's deconstructing the whole myth altogether. And it is more intriguing because you have included so many characters which we are so unheard of.
we don't even know their names. They were just side characters, they were there in the periphery. But you managed to bring them to the center, and you managed to give them a space and a voice. So, how was this process? How was not just the research, but finding these people? It includes a lot of characters: the tribal queen, the Naga queen. You also have the female spy. So it's very interesting when you read that. So, what was the whole process like? The research as well as finding these characters? ആദ്യമായിട്ട് അത് കവിതയായിട്ട് എഴുതുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം മഹാകാവ്യമാണെങ്കിലും ഇതിഹാസമാണെങ്കിലും എല്ലാം കാവ്യശൈലിയിലായിരുന്നു എഴുതിയിരുന്നത്. രാമായണവും കാവ്യ, മഹാഭാരതവും കവിതയുടെ ഫോമിലാണ്. ഒഡിസി, ഇലിയഡ്, ഗിൽഗമേഷ് ഇതെല്ലാം വായിച്ചാൽ ഇതെല്ലാം കാവ്യമാണ്. ഈ പ്രോസ് എന്ന് പറയുന്നത് കുറച്ച് നൂറ്റാണ്ടേ ആയുള്ളൂ. We never told our stories in some sort of very formal prose. You had essays and you had critical theory, but the stories were told in poetry. So I don't see poetry as something very minor or complicated. ഈ 21-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളല്ലേ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ശരിക്കും കാവ്യം നമ്മളൊരു എലീറ്റിസ്റ്റ് ഇതായിട്ടും കാണുന്നത്. അതിനു മുമ്പ് കാവ്യം എന്താണ്? ഇറ്റ്സ് primarily an oral form of expression. അപ്പം തുള്ളലാണെങ്കിലും ഏത് ആർട്ട് ഫോം എടുത്താലും മിക്കവാറും എല്ലാം കാവ്യമായിട്ടാണ് എഴുതിയിരുന്നത്. So the fact that it's poetry for me was kind of a no-brainer. Like that was not something revolutionary or different. It was actually, in a sense, reconnecting with the form that's most suited to tell a very complex, very long story. Also, poetry allows you to change voice more easily, in my opinion. There are wonderful prose writers who, can do the multiple narrative. I had 19 main characters, and the easiest way to tell them was to have 19 different poetry styles, kavya shailigal. And you asked about the characters. They're the ones I was most interested in. Mahabharatathilum Ramayanathilu ആയിരക്കണക്കിന് characters ഉണ്ട്. I mean, I had to select the ones which I found most compelling. Like it was like having Vikram Vedal and Keralathil atra we don't kind of follow that, but Vikram Vedal and വേറെ ഒരു epic, it's sort of a minor extrapolation of an epic. അതിനകത്ത് വേതാളൻ ഇങ്ങനെ വിക്രമിൻ്റെ പുറത്തിരുന്ന് എന്നും രാത്രി കഥ പറയുമല്ലോ, അതുപോലെയായിരുന്നു ഈ 19 ക്യാരക്ടേഴ്സ് എൻ്റെ വേതാളന്മാരായിരുന്നു. ലൈക്ക് ദേ വുഡൻറ്റ് ലീവ് മീ. ഐ നീഡഡ് ടു റൈറ്റ് അബൌട്ട് ദീസ് 19. So there's not necessarily any logic to how I chose it. It was the characters I found most compelling. But there are also connections. So if Gandhari spoke, then Kunti also spoke. They have different versions of the truth. The truth is seldom one thing. And that's something I was aiming to sort of bring out of, the landscape. Since we are in short of time, I think we'll open it for the audience. ചോദ്യമുള്ളവർക്ക് കൈപൊക്കാം. വോളണ്ടിയേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. That's not working. ഹലോ, ആഫ്റ്റർനൂൺ സാർ. ഞാൻ ഇന്നലെ ഇവിടുത്തെ ബുക്ക് ഷോപ്പിൽ നിന്ന് സാറിൻ്റെ ഒരു ബുക്ക് പർച്ചേസ് ചെയ്തു, വാൽമീകീസ് വിമൻ എന്ന് പറഞ്ഞു. അപ്പോൾ വായിക്കാൻ സ്റ്റാർട്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ജസ്റ്റ് റീഡ് ചെയ്തപ്പോൾ 2 ക്യാരക്ടേഴ്സ് സ്ട്രൈക്ക് ചെയ്തു, മന്ദരയും പിന്നെ താടകയും. സോ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിൽ നിന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അദറിങ് നടത്തപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ദാറ്റ് മീൻസ് മെയിൻലി ആൻറ്റഗണിസ്റ്റ് ആയിട്ടാണല്ലോ ഇവരെ കാണിക്കുന്നത്. അപ്പോൾ ഇവരെ പറ്റി എഴുതാൻ സാറിന് തോന്നിയ ഇൻസ്പിറേഷനെ പറ്റി ഒന്ന് പറയാമോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? താങ്ക് യു സാർ. താങ്ക് യു.
വാൽമീകിസ് വിമൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആക്ച്വലി. അപ്പോൾ അത് തുടങ്ങിയത് ആദ്യം ഓൺലൈനായിട്ട് ഷോർട്ട് സ്റ്റോറീസ് ആമസോൺ വന്ന സമയത്ത് എഴുതാൻ പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തിരുന്നപ്പോഴാണ് തുടങ്ങിയത്. പിന്നീടാണത് ബുക്കായത്. അതിൻ്റെ അടുത്ത പാർട്ട് വ്യാസാസ് വിമൻ ഓൾസോ വരുന്നുണ്ട് ഈ വർഷം അവസാനത്തോടുകൂടി. അതിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ രാമായണം പറയണ സമയത്ത് ഇപ്പോൾ ഞാൻ രാമായണ സീരീസിൽ രാവണൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് അസുര എഴുതി, ബാലിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് വാനര എഴുതി, അങ്ങനെ എഴുതി പോവാണ്. അതുകൂടാണ്ട് ഞാൻ ടെലിവിഷനിൽ 2 തവണ, ഒരു തവണ സിയാ കെ രാം സീതയുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചെയ്തു, ഒരു തവണ മഹാബലി ഹനുമാൻ എന്ന് പറഞ്ഞ് ഹനുമാൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ചെയ്തു ഹിന്ദിയിൽ, പിന്നെ ശ്രീമദ് രാമായൺ എന്ന് പറഞ്ഞ് രാമൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ചെയ്തു. ഇപ്പോൾ സോണി ടി വിയിൽ, സൺ ടി വിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാർട്ടിയിൽ നിന്നും രാമായണം അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, മഹാഭാരതം അതുപോലെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ നോക്കാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു മഹാകാവ്യം ആവുന്നത് അതുകൊണ്ടാണ്. ഓരോ ക്യാരക്ടറിനും ഡെപ്ത് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. രാമായണം ഒരു ആധ്യാത്മിക പുസ്തകം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മതപരമായ പുസ്തകം എന്നുള്ള നിലയിലോ അല്ലാതെ, ഈവൻ സാംസ്കാരിക പുസ്തകം എന്നല്ലാതെ അതൊരു ടെക്സ്റ്റ് ബുക്കും കൂടിയാണ് എങ്ങനെയാണ് കഥ എഴുതേണ്ടതെന്നുള്ളത്. കഥയുടെ സ്ട്രക്ചർ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു ബുക്കാണ് രാമായണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സിനിമകളും നമ്മൾ അറിയാതെ രാമായണത്തിൻ്റെ സ്റ്റോറി, മമ്മൂക്കോയ പറഞ്ഞ പോലെയല്ല ഒരു സിനിമയിൽ, ഓരോ കഥയിലും ഈ രാമായണത്തിൻ്റെ സ്ട്രക്ചർ, ഹീറോസ് ജേണി പോകുന്നുണ്ട്. അത് വർക്കാവണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ഓരോ ക്യാരക്ടറിനും ഡെപ്ത് വേണം. അതുകൊണ്ടാണ് ശൂർപ്പണകയുടെ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, താടകയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, മന്ദരയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഇത് മഹാഭാരതമായിട്ട് ലിങ്ക്ഡുമാണ് ഓരോ ക്യാരക്ടേഴ്സും. അപ്പോൾ അതൊരു രാമായണം വേറെ ആംഗിളിൽ കൂടി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ശാന്ത രാമൻ്റെ പെങ്ങളായിട്ട് പല രാമായണങ്ങളിലും, പ്രത്യേകിച്ച് രാമായണത്തിൻ്റെ ഉത്തരാഖ്യാന ഭാഷ്യങ്ങളിലും അതുപോലെ മഹാഭാരതത്തിലെ രാമോപാഖ്യാനത്തിലൊക്കെ ശാന്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്, രാമൻ്റെ പെങ്ങളായിട്ട്, മൂത്ത ചേച്ചിയായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സാധാരണഗതിയിലുള്ള ഭക്തി രാമായണങ്ങളിൽ തമസ്കരിച്ച് പോയിട്ടുണ്ട്. പക്ഷെ മറ്റ് രാമായണങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കഥാപാത്രത്തിൻ്റെ കഥകളും ബാക്ക് സ്റ്റോറീസും തേടിയെടുത്ത് അത് രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തു പോയതിൻ്റെ ഭാഗമാണ് വാൽമീകിസ് വിമൻ. അതിൻ്റെയൊക്കെ സോഴ്സ് മെറ്റീരിയൽസ് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളതാണ് ഈ മെനി രാമായണാസ് മെനി ലെസൺസ് പറഞ്ഞ് ഇപ്പോൾ ഹാർപ്പർ കോളിൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബുക്ക്. താങ്ക് യു സർ. നമസ്കാരം. ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ബുക്ക് സീരീസിനെ പറ്റി സാർ, ഇറ്റ്സ് റെയർ ടു സീ സച്ച് എ വെൽ റിട്ടൺ ആൻഡ് വെൽ റിസർച്ച് ബുക്ക് ഇൻ മലയാളം. ഇറ്റ് ഡിസേർവ്സ് എ ബ്ലോക്ക് ബസ്റ്റർ ഫിലിം എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ അപൂർവമായ പുസ്തകങ്ങളാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ സാറിൻ്റെ അസുര മുതൽ വാനര ഉൾപ്പെടെയുള്ള ശിവകാമിയുടെ ശബ്ദം തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം നമ്മളെന്താണ് ഫാൻറ്റസിയുടെ അതിഭീകരമായ ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോഴും സാറ് മലയാളത്തിൽ ഇത്തരത്തിലൊരു പുസ്തകം ഇറങ്ങിയപ്പോൾ ഇറ്റ്സ് റെയർ ടു സീ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഇനി വരാൻ പോകുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വരാൻ പോകുന്ന പുസ്തകങ്ങളെ കാത്തിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വായനക്കാർക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതകളെ പറ്റി, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ എഴുതാൻ തുടങ്ങുന്ന പുതിയൊരു ശ്രേണി മലയാളത്തിൽ കടന്നു വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് കടന്നു വരുന്ന എഴുത്തുകാർക്ക് ഇതിൻ്റെ സാധ്യതകളെ പറ്റി സാർ ഒന്ന് സാറിൻ്റെ സ്വന്തം അനുഭവത്തിൽ ഒന്ന് പറയാമോ? കുറച്ച് സാഹിത്യ സദസ്സിൽ വന്ന് പറയാൻ പാടില്ലാത്ത അഭിപ്രായമാണ്, ക്ഷമിക്കുക. കഥ പറച്ചിലും സാഹിത്യവും ചില സമയങ്ങളിൽ അവർ തമ്മിലുള്ള ഒരു അഫെയർ ആവാം. പക്ഷെ കഥ എന്നും സാഹിത്യത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാഹിത്യം ഒരു ടൂളാണ്, ഭാഷ ഒരു ടൂളാണ്, എൻ്റെ വിശ്വാസം കേട്ടോ. എതിർക്കാം, ഞാനില്ലാത്തപ്പോൾ എന്നെ ചീത്ത വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഥ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പുള്ളൊരു സെഷനിൽ ഇത് പറഞ്ഞു, അന്ന് അതിലുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും. പലരും കഥ എഴുതുന്ന സമയത്ത് സാഹിത്യത്തിന് ഭംഗി കൊടുക്കുന്ന സമയത്ത് പണ്ട് എഴുതിയിരുന്നവർക്ക് അത് കുഴപ്പമില്ല, കാരണം അവർ ആ ഭാഷയിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കഥ എഴുതുന്നത്. ഞാൻ മലയാളത്തിൽ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മറാഠിയിൽ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അത് മറാഠി സ്പീക്കേഴ്സിനുള്ളവരാണ്. അത് കാർത്തിക പറഞ്ഞ പോലെ കാവ്യത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ കാവ്യത്തിൻ്റെ ഒരു ഹാങ് ഓവർ നമ്മൾ ഇന്ന് വളരെ സാഹിത്യപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ബുക്കുകൾക്ക് കാവ്യത്തിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അപ്പോൾ മനോഹരമായ ഭാഷയിൽ എഴുതിയത് നമ്മൾ വലിയ സാഹിത്യമെന്ന് വിളിക്കും. പക്ഷെ കഥ അതിലില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് ഭാഷകളിലേക്ക് പോയി കഴിയുമ്പോൾ അത് ഇറ്റ് ഫോൾസ്
ഫ്ലാറ്റ്, ഇറ്റ് ഫോൾസ് ഫ്ലാറ്റ്. മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഒരു ഡെപ്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പല ഭാഷകളിലെയും ഉദാത്തമായ കൃതികൾ നമ്മൾ ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ ഇത് എന്ത് തേങ്ങയാണെന്ന് തോന്നണത് പലർക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ ഉദാത്തമാണ്, നന്നായിട്ട് എഴുതി ഭാഷ കൈകാര്യം ചെയ്യേണ്ടത്, അതൊരു ടൂളാണ്, കഥയില്ല അതിൽ. അപ്പോൾ ഇന്ന് എഴുതാൻ തുടങ്ങണവരടുത്ത് ഞാൻ പറയണത്, നമ്മളിന്ന് വിഷ്വലായിട്ട് കഥ പറയാൻ തുടങ്ങിയിട്ട് ഒരു 100 വർഷമായി. ഇന്നത്തെ ഡോമിനൻ്റ് മീഡിയം കാവ്യമല്ല. കവിത എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇന്നത്തെ ഡോമിനൻ്റ് മീഡിയം ചുരുക്കാം, ആംഗ്യഭാഷ പോകുന്നുണ്ട് ഇവിടെ. ഇന്നത്തെ ഡോമിനൻ്റ് മീഡിയം എന്ന് പറയുന്നത് സിനിമയാണ്, വിഷ്വലാണ്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ പോലും വിഷ്വലാണ് ഏറ്റവും പുതിയ മീഡിയം എന്ന് പറയാവുന്നത്. സ്നാപ്ചാറ്റോ ഇൻസ്റ്റോ ആണെങ്കിൽ വിഷ്വലായിട്ട് കഥ എഴുതുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫാൻറ്റസി എലിമെൻറ്റ്സ് ഒക്കെ വരുന്നത് അതിലാണ്. ഇപ്പോൾ കുറച്ചൊന്ന് പുതിയതായിട്ട് എഴുതുന്നവർ, സാഹിത്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സാഹിത്യം എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കഥകൾ നമ്മളെല്ലാവരും പറയുന്നതാണ്. കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വീട് ആദ്യം പണിതിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനും ഗാർഡനും ഒക്കെ ഉണ്ടാക്കാം. വീട് പണിയതിന് മുമ്പ്, ഡെക്കറേഷൻ ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് ആദ്യം കഥ പറഞ്ഞതിന് ശേഷം പിന്നെ സാഹിത്യം ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഭാഷ, അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളത്തിലെങ്കിലും, അതിന് അതീതമായിട്ട് അത് ഗ്ലോബലായിട്ട് പോകാൻ സഹായിച്ചു എന്ന് വരും. താങ്ക് യു. ഹായ് സർ, ഇതൊരു ഇവിടെ കുറച്ച് കുസൃതി ചോദ്യമാണ്. ഒരു മലയാളി എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഫോക്ലോഴ്സും അതേപോലെ പല നാടൻ കഥകളും ഉണ്ട്. ഇപ്പോൾ വടക്കൻ വീരഗാഥ, മീൻസ് അത് ഞാൻ സിനിമേൻ്റെ പേര് പറഞ്ഞാലും ആ കഥ, അങ്ങനെയുള്ള കഥകൾ. അപ്പോൾ മലയാളി എന്നുള്ള നിലയിൽ സാറിൻ്റെ അടുത്തുനിന്ന് എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കേരളത്തിലെ മിത്തുകളെ പറ്റിയിട്ട് ഇതേപോലെ അസുര അജയ പോലെ ഒരു ബുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഞാനൊരു കൊമേഴ്ഷ്യൽ റൈറ്ററാണ്. ഒരു നാണമില്ല പറയാൻ. ബുക്ക് എഴുതി ജീവിക്കുന്ന ആളാണ്, എൻ്റെ തൊഴിലാണ്. എനിക്കിതൊരു ഗ്ലോബൽ ഓഡിയൻസിന് എഴുതുന്നതാണ് ഞാൻ. അപ്പോൾ എഴുതാം, ഞാൻ ഇതിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഭദ്രൻ എന്ന് പറഞ്ഞ അസുരയിലെ ക്യാരക്ടർ ഞാൻ ആലുവ പുഴയുടെ തീരത്തുള്ള ഒരാളായിട്ടാണ് എഴുതിയേക്കണത്. ഇതിൽ പൂർണ്ണ നദിയുടെ തീരത്ത് അങ്ങനെ ഞാൻ കൊണ്ടുവരാറുണ്ട് ക്യാരക്ടേഴ്സിനെ പുരാണങ്ങളിലേക്ക് വലിച്ച്. പക്ഷേ ഞാൻ കഴിയുന്നതും ഒരു പാൻ ഇന്ത്യൻ റീച്ചുള്ളതാണ് എഴുതുന്നത്. പിന്നെ കുറേ കാലം ഈ ബുക്കൊക്കെ വിൽക്കാതാവുകയാണെങ്കിൽ ചിലപ്പോൾ എഴുതിയെന്ന് വരും. ഉള്ള കാര്യം പറയാലോ. സർ, അവിടുന്ന് ചോദ്യങ്ങളില്ലാത്തത് കൊണ്ട് ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ദുര്യോധന വായിച്ച സമയത്ത് എവിടെയോ ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നമ്മൾ വായിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ പിന്നാലെ വായിച്ചു പോയ സമയത്ത് കേരളത്തിലെവിടെയോ ദുര്യോധനനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെന്നും അതിൽ നിന്നാണ് സർ അങ്ങനെ ഒരു വർക്കിലേക്ക് ഇൻസ്പയർഡ് ആയതെന്നും പറയുകയുണ്ടായി, അല്ലെങ്കിൽ വായിക്കുകയുണ്ടായി. അതങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. അത് മലനട പോരുവഴി ക്ഷേത്രം, കൊല്ലം ജില്ലയിലുള്ള പോരുവഴി ക്ഷേത്രത്തിൽ ദുര്യോധനനാണ് മുത്തപ്പനായിട്ട് ആരാധിക്കുന്നത്. മാത്രമല്ല ശകുനിയുടെയും മറ്റും ഉപക്ഷേത്രങ്ങളും മറ്റുമൊക്കെ അതിന് പരിസരത്തുണ്ട്. പിന്നെ ഹിമാചലിലൊരു സ്ഥലത്തും ദുര്യോധന ക്ഷേത്രമുണ്ട്. ഇന്ത്യ ഒരു അത്ഭുതമാണ്. എല്ലാ തരം, അതാണ് ആ മിനി രാമായണത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്താലോചിക്കുന്നോ മനസ്സിൽ രാമായണത്തിനെ കുറിച്ച്, അങ്ങനെ ഒരു രാമായണം ഉണ്ടെന്നുള്ളതാണ്. മഹാഭാരതവും അതെ, രാമായണവും അതെ. എന്ത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നു, അതായത് സീത രാമൻ്റെ പുത്രിയാണ്, ഒരു 10-32 രാമായണത്തിലുണ്ട്. സീത രാമൻ്റെ സഹോദരിയാണ്, ബുദ്ധരാമായണത്തിലുണ്ട്. ഹനുമാന് ധാരാളം. ഇതൊന്നും നാളെ ഈ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാ റീലാക്കി എനിക്ക് അടിമേടിച്ച് തരരുത് കേട്ടോ. ഹനുമാൻ പല ഭാര്യമാരുള്ള ഹനുമാൻ, മറ്റേ ഗോഡ് ഫാദറിൽ ഇന്നസെൻ്റൊക്കെ ഞെട്ടും. നിത്യബ്രഹ്മചാരിയായിട്ടാണല്ലോ ഹനുമാനെ പറയുക നമ്മൾ. പക്ഷെ ഹനുമാന് ധാരാളം ഭാര്യമാരുള്ള, ജെയിംസ് ബോണ്ട് സ്റ്റൈലുള്ള ഹനുമാനുള്ള രാമായണങ്ങളുണ്ട്. തായ്ലാൻഡിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ജെയിംസ് ബോണ്ട് പോലെ എവിടെ പോയാലും ഒരു സ്പൈ ആയിട്ട് എവിടെ പോയാലും അവിടെയുള്ള സ്ത്രീകളെ ആകർഷിക്കുന്ന രാമായണമുണ്ട്. കൃഷ്ണലീല പോലെ രാമലീല, രാമൻ ഗോപികമാരൊത്ത് ചെയ്യുന്ന രാമായണങ്ങളുണ്ട്. ഗോപികമാരൊത്ത് നൃത്തവും പാട്ടും ഒക്കെ ചെയ്യുന്ന രാമായണങ്ങളുണ്ട്. ഇതൊരു അത്ഭുതമാണ് എത്ര വേർഷൻസ് ഉണ്ട് എന്നുള്ളത്. മഹാഭാരതത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കർണനെ ഹീറോ ആക്കിയിട്ടുള്ള മഹാഭാരതമുണ്ട്. സമയമായി എന്ന് തോന്നുന്നു, ഇറക്കി വിടാറായി. താങ്ക് യു.